നമസ്കാരം. പ്രധാന വാർത്ത. തലസ്ഥാന നഗരിയും നെയ്യാറ്റിൻകരയും പിഴച്ചുഴിയിൽ. പോലീസിന്റെ മൊബൈൽ ചിത്രങ്ങളിലൂടെ പിടിച്ചുപറി. ബാധ്യത 60,000 രൂപ വരെ. തിരുവനന്തപുരം നഗരത്തിലും നെയ്യാറ്റിൻകര പരിസര പ്രദേശങ്ങളിലും വാഹന ഉടമകൾ ഇന്ന് വലിയ ഭയപ്പാടിലാണ്. ക്യാമറകൾക്ക് പുറമെ ലോക്കൽ പോലീസും ട്രാഫിക് പോലീസും ഒളിഞ്ഞുനിന്നും പതുങ്ങിയും മൊബൈൽ ഫോണുകളിൽ ചിത്രങ്ങൾ പകർത്തി പിഴയേക്കുന്ന രീതി ജനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വാഹന ഉടമകൾക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത് പോലീസിന്റെ കൈവശമുള്ള മൊബൈൽ ഫോണുകളാണ്. ഒളിഞ്ഞുനിന്നുള്ള ഈ മൊബൈൽ ചിത്രങ്ങളാണ് പലരുടെയും കുടുംബ ബജറ്റ് തകർക്കുന്നത്. ബൈക്ക് യാത്രക്കാർക്കും രക്ഷയില്ല. പാർക്കിംഗ് നിഷേധം. മുൻപ് ചെറിയ ഇടങ്ങളിൽ പോലും ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും ബൈക്ക് യാത്രക്കാർക്ക് വാഹനം ഒതുക്കി നിർത്താൻ ഒരിടം പോലുമില്ലാത്ത അവസ്ഥയാണ്. റോഡരികിൽ ഒന്ന് നിർത്തിയാൽ ഉടൻ പോലീസിന്റെ മൊബൈൽ ക്യാമറകൾ ചലിക്കും. ബൈക്ക് യാത്രക്കാരെയും ഓട്ടോ തൊഴിലാളികളെയും ലക്ഷ്യമിട്ടുള്ള ഈ വേട്ടയാടൽ കാരണം സാധാരണക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വാഹനങ്ങൾ വെക്കാൻ ഇടമില്ല. പോലീസിന് കൊയ്ത്ത്. തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങളിലും നെയ്യാറ്റിൻകര ടൗണിലും വാഹനം സുരക്ഷിതമായി ഒന്ന് നിർത്തിയിടാൻ ഒരിടം പോലുമില്ലാത്ത അവസ്ഥയാണ്. ആശുപത്രികളിലും സർക്കാർ ഓഫീസുകളിലും എത്തുന്നവർ വാഹനം എവിടെ വെക്കും എന്നറിയാതെ നട്ടംതിരിയുകയാണ്. ഈ ഗതികേട് മുതലെടുത്താണ് ലോക്കൽ പോലീസും ട്രാഫിക് പോലീസും ചേർന്ന് പോലീസിന്റെ മൊബൈലിലൂടെ പിഴവേട്ട നടത്തുന്നത്. പലപ്പോഴും വാഹനം നിർത്തിയിട്ട ഉടമ പോലുമറിയാതെയാണ് ആയിരക്കണക്കിന് രൂപയുടെ പിഴ ചലാൻ മൊബൈലിലേക്ക് വരുന്നത്. അനധികൃത പിരിവ് സംഘങ്ങൾ. ജനങ്ങൾക്ക് ഇരട്ടി പ്രഹരം. നെയ്യാറ്റിൻകരയിലെ ചിലയിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യം എന്ന പേരിൽ ചില സംഘങ്ങൾ നടത്തുന്ന പിരിവ് ജനങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. പോലീസിന്റെ പിഴ പേടിച്ച് ഇത്തരം ഇടങ്ങളിൽ വാഹനം വെക്കുന്നവരിൽ നിന്നും ഭീമമായ തുകയാണ് ഇവർ പിടിച്ചുവാങ്ങുന്നത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു. കോടതി നിലപാട്. സൗകര്യമൊരുക്കാതെ ശിക്ഷിക്കരുത്. റോഡരികിലെ പാർക്കിംഗ് നിരോധിക്കുമ്പോൾ പകരം സംവിധാനം ഒരുക്കേണ്ടത് സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് കോടതി മുൻപ് കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാതെ പോലീസ് തന്നിഷ്ടപ്രകാരം പിഴ ഈടാക്കുന്നത് കോടതി നിരീക്ഷണങ്ങൾക്ക് വിരുദ്ധമാണ്. ബാധ്യത വർദ്ധിപ്പിച്ച്. കുടിശ്ശികയുടെ കണക്കുകൾ. ഓരോ വ്യക്തിയുടെയും പേരിൽ കുമിഞ്ഞുകൂടുന്ന പിഴയുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. വ്യക്തി 1. വിവിധ സ്ഥലങ്ങളിലായി 24 തവണയാണ് പിഴ ലഭിച്ചത്. ആകെ ബാധ്യത 12,000 രൂപ കടന്നു. വ്യക്തി 2. പാർക്കിംഗ് ലംഘനത്തിന്റെ പേരിൽ മാത്രം 14 തവണ ചലാൻ ലഭിച്ചു. വ്യക്തി 3. ട്രാഫിക് പോലീസിന്റെ മൊബൈൽ ക്യാമറയിൽ 30 തവണ കുടുങ്ങിയതോടെ പിഴ 15,000 രൂപ പിന്നിട്ടു. പല വാഹന ഉടമകൾക്കും 2022 മുതൽ 23 വരെ കാലഘട്ടത്തിലെ പിഴകൾ കൂടി വന്നതോടെ ആകെ ബാധ്യത 60,000 രൂപ വരെയായി ഉയർന്നിട്ടുണ്ട്. അടച്ചാലും തീരാത്ത പിഴ കുരുക്ക്. ഒരിക്കൽ പിഴയടച്ച് തീർത്താലും വീണ്ടും വീണ്ടും പഴയ കുറ്റങ്ങൾക്ക് പിഴ നോട്ടീസ് വരുന്നത് വാഹന ഉടമകളെ വലയ്ക്കുന്നുണ്ട്. സിസ്റ്റത്തിലെ സാങ്കേതിക പിഴവുകൾ കാരണം അടച്ച തുക രേഖപ്പെടുത്താതെ വരികയും മാസങ്ങൾ കഴിഞ്ഞ് പഴയ തീയതിയിൽ വീണ്ടും ചലാനുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് നിത്യസംഭവമാകുന്നു. പാർക്കിംഗ് സൗകര്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുക്കാതെ പോലീസിനെ വിട്ടും അനധികൃത പിരിവ് സംഘങ്ങളെ തടയാതെയും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടിക്കെതിരെ തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും ജനരോഷം ശക്തമാകുകയാണ്. നിലവിലെ നിയമവിരുദ്ധമായ ഈ പിഴ വേട്ടയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കും നിയമപോരാട്ടങ്ങൾക്കും സാധ്യതയുണ്ട്.